ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിറാക്കിൾ ക്രേസി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ടൈം കിട്ടി, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാട്ടോ വന്നേക്കുന്നതിന്. അപ്പോൾ ഞാൻ അടുപ്പിച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതനുസരിച്ച് അതിൻ്റെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കാണെങ്കിലും വീഡിയോസ് ഡെയിലി ഇടാൻ തോന്നുന്നതും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി. ഇനി അങ്ങോട്ടും നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ വന്നത് വേറെ ഒന്നുമല്ല, കുറേ ആയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണെങ്കിലും നമ്മുടെ ഫാമിലിയോട് സംസാരിച്ചിട്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് കാണാൻ പറ്റും. ഇത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ചാനലൊക്കെ തുടങ്ങിയ ടൈമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി, അതുപോലെ തന്നെ ഒത്തിരി സങ്കടവും തോന്നി. ഫസ്റ്റ് സന്തോഷം തോന്നിയത് എന്താണെന്ന് പറയാം. ഞാൻ എൻ്റെ വീഡിയോസ് പോലും കാണുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച പലരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. അതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കാര്യമാണ്. എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അത്രയും വലുതാണ് എൻ്റെ ചാനൽ. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട് തുടങ്ങിയൊരു ചാനലാണ്. പക്ഷേ എന്തോ ഞാൻ അത്ര എഫേർട്ട് ഇടുന്നില്ല. അത് എനിക്ക് തോന്നുന്നു എൻ്റെ സമയക്കുറവ് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാൻ തന്നെ ശ്രമിക്കും. ദെൻ പിന്നെ ഇനി വിഷമം തോന്നിയ കാര്യം വേറെ ഒന്നുമല്ല. വിഷമം തോന്നി, പക്ഷെ അതിനപ്പോൾ തന്നെ വിട്ട് കളഞ്ഞു. ടേക്ക് ഇറ്റ് ഈസി, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിന് വന്നിട്ട് ഇന്ന് കമൻറ്റ് എനിക്ക് യൂട്യൂബിൽ അല്ലാതെ വാട്സപ്പിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവരെൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എൻ്റെ ഒരു നല്ലത് അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്ന രീതിയിൽ ഞാൻ അവരെന്ത് പറഞ്ഞാലും അതിനെ കാണാറുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവരുടെ ആരുടെയും പേരുകൾ അതിലില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെൻ്റെ നന്മ ആഗ്രഹിച്ചല്ല ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് എൻ്റെ ഒരു കുറ്റം പറയുമ്പോൾ അവർക്കൊരു മനസ്സുഖം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു തിരിച്ചറിവ് ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആ ഒരു തിരിച്ചറിവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് വേറൊന്നുമില്ല. നമുക്ക് ചുറ്റും ഒത്തിരി ആളുകളുണ്ട്. ശരിക്കും സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ പൊതുജനം പലവിധം എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റും സ്നേഹം നടിച്ചു നിൽക്കുന്നവരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ സ്നേഹം നടിച്ച് സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ സ്നേഹം നടിച്ചു നിൽക്കുന്നവരെ തിരിച്ചറിയാൻ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർക്കൊന്ന് കരുതൽ, അവരുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്കൊരു കരുതൽ ഉണ്ടാവണം. കരുതൽ മീൻസ് നമ്മൾ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു കോഡ് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം അങ്ങനെ പറഞ്ഞു തുടങ്ങി. ലൈക്കല്ല, അങ്ങനെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ അത് ലൈക്കിൻ്റെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു എൻ്റെ ടോപ്പിക്ക്. അതിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് മാത്രമാണ്, ലൈക്ക് ബട്ടൺ കണ്ടല്ലോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുമെന്ന്. പക്ഷെ അത് ഒരു വലിയ ഇതായിട്ടെടുത്ത് അതിനെ വിമർശിച്ചവരുണ്ട്. നിനക്ക് ലൈക്ക് തന്നാൽ മാത്രമാണോ മറ്റുള്ളവർക്ക് നന്മയാവുള്ളൂ എന്നുള്ളത്. ഞാൻ അവിടെ ഉദ്ദേശിച്ചത് എന്താ എന്നുള്ളത്, നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ വേറൊരാളാണ്. അപ്പോൾ എനിക്ക് ലൈക്ക് തരുമ്പോൾ അത് മറ്റൊരാൾക്കൊരു നന്മ വരാം എന്നുള്ളതാണ്. ആ ഒരു കണ്ടന്റേ ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. അതിനെ വളച്ച് കിട്ടി പല രീതിയിലാക്കി എനിക്ക് മെസ്സേജ് അയച്ച് വിമർശിച്ചവർക്കുണ്ട്. അവർക്കൊക്കെ അപ്പം തന്നെ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു. എന്നാലും ഇപ്പോൾ അതൊന്ന് പറയണത് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞതാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കണ്ട് അങ്ങനെ പറയാൻ തുടങ്ങി. എനിക്കെപ്പോഴും പറയാനായിട്ട് എൻ്റെ ഉദാഹരണങ്ങൾ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോന്ന് എത്തിക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും എക്സാമ്പിളായിട്ട് പറയാനായിട്ടുള്ളത് എൻ്റെ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും. അതിനെ അങ്ങോട്ട് നിങ്ങൾ എത്ര വിമർശിച്ചാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒത്തിരി ആ വീഡിയോനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, കൂടുതലും സപ്പോർട്ട് ചെയ്തവരാണ്. അതിന് നെഗറ്റീവ് പറഞ്ഞ 1-2 പേരാണെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് നിൽക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന പോലെ കാണിച്ച് എന്നാൽ ഉള്ളിൽ ഒത്തിരി അവർക്ക് നമ്മളോട് ദേഷ്യവും, അവർ നേർക്ക് നേരെ നമ്മളൊന്നും പറയില്ലായിരിക്കും. നമ്മളോട് തേനേപ്പാലേ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷെ അവർ ശരിക്കും പറയാനൊരു വിഷപ്പാമ്പുകളാണ്. അപ്പോൾ അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ വന്നിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ കള്ള് ഷാപ്പിലൊക്കെ പോകുമ്പോൾ
ഞാൻ അമ്മയെ വിളിച്ചു ചോദിക്കും, അമ്മ ഞാൻ കള്ള് കുടിക്കുന്ന വീഡിയോ ഇട്ടോട്ടെ, കള്ള് കുടിക്കുവാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിക്കും. മിക്കത് ഞാൻ അമ്മ, അച്ഛൻ, സച്ചോരോട് മൂന്നുപേരോടും പെർമിഷൻ ചോദിച്ചിട്ടാണ്. എന്തെങ്കിലും ചെയ്യാത്ത എന്തെങ്കിലും ഞാൻ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഹെയർ കട്ട് ആയിക്കോട്ടെ, ഹെയർ കളറിങ്, ടാറ്റു, അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അച്ഛനോടും അമ്മോടും സച്ചോനോടും ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അവർ പറയുകയാണ് ഒരു ന്യായം, കറക്റ്റായിട്ടുള്ളൊരു ന്യായം പറയണം, ഓക്കെ അമ്മ, ഓക്കെ സച്ചു എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഓക്കെ അച്ഛാ ഓക്കെ. അല്ലാതെ ഇപ്പോൾ അവർ പറഞ്ഞ ഒരു ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അമ്മോട് തിരിച്ചു ചോദിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കള്ള് ഷാപ്പിൽ പോകുന്ന പോകുമ്പോൾ അമ്മോട് തിരിച്ചു ചോദിക്കും, അമ്മ ഞാൻ ഇപ്പോൾ അവിടെ മധുരക്കള്ള് പല വെറൈറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് കുടിക്കാൻ ഞാൻ കുടിക്കണ വീഡിയോ ഇട്ടോട്ടെ ഇത്. അപ്പോൾ അമ്മ എടുത്ത് ചോദിക്കും, അവളെ വേണ്ട, അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ പണിയല്ല. അപ്പോൾ അമ്മോട് ഞാൻ പറയും, അമ്മ അതൊക്കെ പണ്ട്, ഇപ്പോൾ ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകളായാലും സോഷ്യൽ മീഡിയ ത്രൂ തന്നെ ഒത്തിരി വളർച്ച നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അമ്മയോട് പറയാം അത് വേണ്ട എന്നോട്. പക്ഷെ അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുന്നത് വെച്ചാൽ, അമ്മ ഈ സ്റ്റാറ്റസ് കാണുന്നവരായിക്കോട്ടെ, വീഡിയോ കാണുന്നവരായിട്ട് ഒരാളും നമ്മുടെ ഒരു സുഖ വിഷയങ്ങൾ തിരക്കാനോ ഒന്നിനും ആരും വരുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നതെന്ന് നമ്മൾ എന്തിനാലും അവരെന്ത് ചിന്തിച്ചോട്ടെ, നമുക്ക് എന്താ? അങ്ങനെ ഒരു ഇതാണ് എനിക്ക്. അപ്പോൾ ലാസ്റ്റ് അമ്മ ആണെന്ന് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയും. അപ്പം തന്നെ അമ്മയ്ക്ക് എന്നെ തോന്നി, ഇവിടെ എന്തിനിപ്പോൾ ചോദിച്ചു വന്നിരിക്കുന്നതിനാല്. പക്ഷെ എന്നാൽ എന്തെങ്കിലും ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ ഇത് പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അമ്മയുടെ അല്ല, ഇപ്പോൾ സജാണായാലും ആരായാലും എന്നെ സ്നേഹിക്കുന്നവരായാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ അവരെ തിരുത്തി കൊടുക്കാറ് പതിവ്. പിന്നെ വന്നിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ സെക്കൻഡ് സ്റ്റേറ്റ് വെക്കുന്ന കാര്യം അച്ഛന് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല, സച്ചേഷൻ ഇഷ്ടമല്ല, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് അത് ആയിക്കോട്ടെ. എനിക്കും അവർ മൂന്നുപേർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നല്ല, അവർ പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാ തോന്നി, ശരിയാ വേണ്ട, അവർ പറഞ്ഞ റീസൺസ് കേട്ടോ ശരിയാ വേണ്ട തോന്നി, ഞാൻ ചെയ്തില്ല അങ്ങനെ. അപ്പോൾ ഇതിന് പറഞ്ഞു വേറെ ഒന്നല്ല, നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്ത് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ജീവിതമാണ്, ജീവിതം ഒന്നേ ഉള്ളത്, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓക്കെ, അത് വരും വരായികളെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ജീവിക്കാൻ, നമുക്ക് ഭാവിയിലും ജീവിക്കാനുള്ള എന്ന് ഓർക്കണം. എന്നിട്ട് വേണം അടിച്ചു പൊളിയിലൊരു കൺട്രോൾ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഷോർട്സ്, ഇപ്പം ഞാൻ ഡെയിലി ഷോർട്സ് ആണ്, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാനല്ല, ആഗ്രഹമുണ്ട്, ഞാൻ നോക്കാം, മാക്സിമം നോക്കാം. പിന്നെ ലോങ് വീഡിയോസിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഷോർട്സിലാണ് കൂടുതലും വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ വ്യൂസ് ഒന്ന് കൂടി ചാനൽ റീച്ച് ആയി കഴിഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഒത്തിരി നാളെ ഞാൻ വിചാരിക്കണം ലോങ് വീഡിയോ ആയിട്ട് വരണം, പക്ഷേ ടൈം കിട്ടാറില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇതുവരെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി തന്നി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വീഡിയോ അയക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒത്തിരി പേരുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ടാവും. എൻ്റെ വീഡിയോ കാണണം എന്നൊന്നും എനിക്ക് നിർബന്ധിക്കാൻ അറിയാൻ പറ്റില്ല, എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലുള്ളവർ വീഡിയോസ് അയച്ചു തരും. ഇപ്പം എനിക്ക് അത് അയച്ചു തന്ന ടൈം എനിക്ക് ടൈം കിട്ടിയാൽ മാത്രമേ ഞാൻ കാണുള്ളൂ. അതിന് അവരെന്നെ ഒന്നും പറയാനല്ല, അവർക്ക് അതിനുള്ളൊരു ഇല്ല. അതുപോലെ തന്നെ ഞാനും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അയച്ചു തരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് എൻ്റെ അടുത്ത് പറയാം. പിന്നെ ഞാൻ നേരെ ബ്രോഡ്കാസ്റ്റ് ആണ് ഞാൻ അയക്കാറ്. ഇപ്പോൾ 3 ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, 3ലും വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ലിങ്ക് ഇടും, അങ്ങനെയാണ്. അപ്പോൾ ആ ബ്രോഡ്കാസ്റ്റിന് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അയക്കരുത്, എനിക്ക് ശല്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവർക്ക് അയക്കില്ല, നേരെ അവരെ കട്ട് ഓഫ് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അതൊക്കെയാണ്. ഇപ്പോൾ ലോങ് വീഡിയോ ഒത്തിരി ലോങ് ആവുന്ന ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതുപോലെ വീഡിയോസ് കാണാത്തവരും ഉണ്ടാവും, പക്ഷേ എല്ലാത്തിലും ഉപരി അവരുടെ നെഗറ്റീവ്സ് എല്ലാം എനിക്ക് തരണം ചെയ്ത് നിൽക്കാൻ പറ്റും. ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത റൗണ്ട് ഇട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ എനിക്ക് ശരിക്കും അവരൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല, ഒത്തിരി സ്നേഹം മാത്രം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്, ലവ് യു ഓൾ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ, ലവ് യു ഓൾ.